കേരളത്തിലടക്കം രാജ്യത്തുടനീളം ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. പാലക്കാട് പുതുശ്ശേരിയിലടക്കം ക്രിസ്മസ് ആഘോഷങ്ങളെ ആക്രമിക്കുന്നു. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് കേക്ക് കൊണ്ടുപോയവരാണ് ആക്രമണം നടത്തിയതെന്നും മുഖ്യമന്ത്രി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ക്രിസ്മസിന് കേക്കും കൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം നടത്തിയവരാണ് ഇപ്പോൾ ക്രിസ്മസ് കരോൾ സംഘത്തെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. കുട്ടികൾ മദ്യപിച്ചാണ് കരോൾ നടത്തിയത് എന്ന BJP നേതാവ് C. കൃഷ്ണകുമാറിന്റെ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. ആരോപണം തെറ്റാണെന്നും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും രക്ഷിതാക്കൾ. വാളയാറിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രാംനാരായണന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. 30 ലക്ഷം രൂപ നൽകാൻ മന്ത്രിസഭാ തീരുമാനം. കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ എന്ന് ചാപ്പകുത്തി. ഉത്തരേന്ത്യയിലെ ഇത്തരം ചാപ്പകുത്തലുകൾ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാം എന്നത് സംഘപരിവാറിന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട് അട്ടപ്പാടിയിൽ മോഷണം ആരോപിച്ച് ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റത് പാലൂർ സ്വദേശി മണികണ്ഠന്. മണികണ്ഠന്റെ തലയോട്ടി അടിച്ചു പൊട്ടിച്ചു. രാമരാജ് എന്നയാളുടെ ക്രൂരത പച്ചമരുന്ന് മോഷ്ടിച്ചുവെന്നാരോപിച്ച് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന് കുടുംബം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വിദേശ വ്യവസായി വെളിപ്പെടുത്തിയ ഡി മണി ആരാണ് എന്നതിൽ അന്വേഷണം. ഈ മണിയെ തേടി അന്വേഷണ സംഘം ചെന്നൈയിൽ. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ N. വിജയകുമാറിനും KP ശങ്കർദാസിനും നോട്ടീസ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി വിജയകുമാറും ശങ്കർദാസും. കർണാടകയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ SIT പരിശോധന. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണത്തിന് സമയമായെന്ന് രമേശ് ചെന്നിത്തല. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിൻ ഹൈക്കോടതിയിൽ. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യം. നടിയെ ആക്രമിച്ച വാഹനത്തിൽ താൻ ഉണ്ടായിരുന്നില്ല. ഗൂഢാലോചന നടത്തിയെന്ന് മാത്രമാണ് തനിക്കെതിരായ കുറ്റം. സമാന ആരോപണം നേരിട്ട ദിലീപിനെ വെറുതെ വിട്ടത് തനിക്കും ബാധകമാക്കണമെന്ന് മാർട്ടിൻ. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ജില്ലാ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ദീപ്തി മേരി വർഗീസ്. KPCCയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. വിശദീകരിക്കേണ്ടത് നേതൃത്വമെന്നും ദീപ്തി മേരി വർഗീസ്. തീരുമാനം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. പാർട്ടിയുടെ തീരുമാനം അന്തിമമാണെന്ന് KC വേണുഗോപാൽ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിരീക്ഷകരെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ ജില്ലകൾക്കുമായി 4 IAS ഉദ്യോഗസ്ഥർക്ക് ചുമതല. പരാതിരഹിത സംവിധാനം ഉറപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ U. കേൽക്കർ. സംസ്ഥാനത്ത് 1 ലക്ഷത്തിന് മുകളിൽ തുടർന്ന് സ്വർണ്ണവില. പവന് ഇന്ന് കൂടിയത് 280 രൂപ. ഒരു പവന് 1,01,880 രൂപ. 3, 2, 1, 0. Both S200 motors ignited. LGM-3M6 Bluebird Block 2 mission, a majestic liftoff. The rocket is beautifully searing through the bright Sriharikota sky. ISROയുടെ LVM-3M6 ദൗത്യം വിജയകരം. അമേരിക്കൻ കമ്പനിയുടെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം. ഉപഗ്രഹത്തിൽ നിന്ന് മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ഇന്റർനെറ്റ് എത്തിക്കുക ലക്ഷ്യം.